ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാരം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. AR College of Engineering and Technology near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കും. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് വന്മള. പ്രധാന വാർത്തകൾ. പത്തനാപുരത്ത് കോൺഗ്രസ് കേരള കോൺഗ്രസ് പോരി മുറുകുന്നു. ഗണേഷ് കുമാറിനെതിരെ UDF പ്രതിഷേധം. പത്തനാപുരത്ത് കലാപം സൃഷ്ടിക്കുന്നത് കോൺഗ്രസ് എന്ന് കേരള കോൺഗ്രസ് B. തട്ടിളക്കുമ്പോൾ കോൺക്രീറ്റ് സ്ലാബ് തകർന്ന് നിർമ്മാണ തൊഴിലാളി മരിച്ചു. മൃതദേഹം പുറത്തെടുത്തത് 3 മണിക്കൂർ പണിപ്പെട്ട്. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും SFI മാർച്ചിൽ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയതിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ പുനലൂർ മൂവാറ്റുപുഴ പാത ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി.
പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. UDFന്റെ പ്രതിഷേധ പ്രകടനത്തിന് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് MLAയുടെ രാജി. UDFിൽ നിന്നും LDF പാളയത്തിലേക്കുള്ള ഗണേഷ് കുമാറിന്റെ ചുവടുമാറ്റം രാഷ്ട്രീയ പത്തനാപുരത്ത് കോലാഹലങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ്. പരസ്പരമുള്ള കല്ലേറിലും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ UDF നേതൃത്വത്തിൽ ഇന്ന് പത്തനാപുരത്ത് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. നെടുമ്പറമ്പ് ഫാത്തിമ ടൂറിസ്റ്റ് ഹോമിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി കല്ലുംകടവിൽ സമാപിച്ചു. പ്രകടനത്തിലുടനീളം ഗണേഷ് കുമാറിനും ബാലകൃഷ്ണപിള്ളയ്ക്കുമെതിരെ പ്രതിഷേധം ഉയർന്നു കേട്ടു. പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും വെല്ലുവിളികളും ഉയർത്തിക്കൊണ്ടാണ് UDF പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് JL നസീർ, MA സലാം, U നൌഷാദ്, റോയി G ജോർജ്, റിജു യോഹന്നാൻ, അരീക്കൽ പ്രദീപ്, അനസ് പള്ളിമുക്ക്, വടകോട് മോനച്ചൻ, G രാധാമോഹനൻ, M അബ്ദുൾ റഹ്മാൻ, M നാസറുദ്ദീൻ, പുന്നല ഉല്ലാസ് കുമാർ, കറവൂർ സുരേഷ് എന്നിവർ പ്രകടനത്തിനും പൊതുസമ്മേളനത്തിനും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. UDFിനെതിരെ ശക്തമായി തിരിച്ചടിച്ച് കേരള കോൺഗ്രസ് B വാർത്താ സമ്മേളനം. പത്തനാപുരത്ത് കലാപം സൃഷ്ടിക്കുന്നത് കോൺഗ്രസ് എന്ന് കേരള കോൺഗ്രസ് B ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ UDFന്റെ ഒരു വിഭാഗം ഈ സാമൂഹ്യ വിരുദ്ധയിലൂടെ കാണിച്ച ആ പരിപാടിയിൽ പാർട്ടി പരിപൂർണമായിട്ട് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. ശക്തമായി പ്രതിഷേധിച്ചു. അപ്പോൾ നമുക്ക് അത്തരക്കാരോട് പറയാനുള്ളത്, അത് കോൺഗ്രസിന്റെ എല്ലാവരും ഉണ്ടെന്ന് നമുക്ക് അഭിപ്രായമില്ല. അതിനെ ഒരു വിഭാഗമാണുള്ളത്. അത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത്തരം പരിപാടികൾ അവസാനിപ്പിക്കണം. അവർ മാത്രമല്ല, അവർക്ക് ഈ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് പല കടകളിൽ നിന്നും പലപ്പോഴായി അവർക്ക് പിരിവ് കിട്ടിയില്ല എന്നുള്ള നിലയിൽ ഇതിന്റെ മറവിൽ അവിടെ കല്ലേറും മറ്റും നടത്തിയതായിട്ടുമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരം സാമൂഹിക ദ്രോഹികളെ ആ പാർട്ടികളിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ കോൺഗ്രസ് പാർട്ടിയും UDFും തയ്യാറാകും. തങ്ങളെ ആക്രമിച്ച് തോൽപ്പിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്ന് നേതാക്കൾ പറഞ്ഞു. പത്തനാപുരത്ത് UDF നടത്തുന്നത് ഭരണകൂടത്തിന്റെ പിൻബലത്തിലുള്ള ആക്രമണമാണെന്നും അവർ ആരോപിച്ചു. UDFന്റെ അക്കൌണ്ടിൽ ലഭിച്ച കോർപ്പറേഷൻ ബോർഡ് സ്ഥാപനങ്ങൾ ഉടൻ രാജിവെക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രനും കൊടിക്കുന്നിൽ സുരേഷും വിജയിച്ചത് കേരള കോൺഗ്രസ് Bയുടെ ശ്രമഫലമായിട്ടാണെന്നും നേതാക്കൾ അവകാശപ്പെട്ടു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്തരക്കാരുടെ യാതൊരുവിധ ആനുകൂല്യവും ഇവിടെ മത്സരിച്ച കൊടിക്കുന്നിൽ സുരേഷിന് ലഭിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി വീട് കയറുമ്പോൾ അവർ അന്നും ഇതുപോലെ പിരിവും മറ്റുമായി മറ്റു വഴികളിൽ പോവുകയാണ്. ഇവിടെയും കൊല്ലത്തും മത്സരിച്ച് ജയിച്ച 2 പാർലമെന്റ് അംഗങ്ങളും അത് അക്കമിട്ട് പറയുകയും ചെയ്തു. ഇലക്ഷൻ ശേഷം ഞങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ് അത്രയും ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ കഴിഞ്ഞത് എന്നാണ് വിലയിരുന്നത്. UDF നേതൃത്വത്തിൽ പത്തനാപുരത്ത് നടന്നുവരുന്ന അക്രമം അവസാനിപ്പിക്കണമെന്നും പോലീസിന്റെ പക്ഷപാതപരമായ നടപടി അംഗീകരിക്കില്ലെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് AR ബഷീർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഉസ്മാൻ സാഹിബ്, റജിമോൻ വർഗീസ്, VJ അനിൽ, ലതാ സി നായർ, ഷിബു താന്നിവിള, റിയാസ് മുഹമ്മദ്, മാഹീൻ വാഴപ്പാറ, ഇടത്തറ ഷാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു പറക്കോട് NR കുറുപ്പെന്ന് മന്ത്രി അടൂർ പ്രകാശ്. സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായ NR കുറുപ്പിന്റെ 3ാം ചരമവാർഷിക ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പലതിനെക്കുറിച്ചും വ്യക്തിപരമായി ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ടാകും. പക്ഷെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം പറയുവാനുള്ളിടത്ത് പറയുക എന്ന് പറയുന്നതാണ് ഒരു തന്റേടം എന്ന് പറയുന്നത്. ഒരു എല്ലാവർക്കും ഉണ്ടൊരു കാര്യമല്ല. പലരും പല കാര്യങ്ങളും പറയേണ്ടടുത്ത് പറയാതെ പലപ്പോഴും പലരുടെ മുമ്പിലും എന്തിനാണ് അവരുടെ മുന്നിൽ പറഞ്ഞ് ഒരു അവരുടേതായ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടകഥാപാത്രത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ നിന്നും മാറി നിൽക്കുന്ന എന്തിനാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട്. എങ്കിലും ഈ സമൂഹത്തിലുള്ളപ്പോഴും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ ഒരു മേന്മയായിരുന്നു എന്തുണ്ടെങ്കിലും തുറന്നു പറയുന്ന സ്വഭാവം എന്നുള്ളത് എന്നാണ് ഞാൻ കാണുന്നത്.
മാനുഷിക നന്മയ്ക്ക് ഉതകുന്ന സാഹിത്യ സൃഷ്ടികളാണ് അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും ഉരുത്തിരിഞ്ഞതെന്നും ആരും കൈവയ്ക്കാത്ത സാഹിത്യ മേഖലകളിൽ പോലും അദ്ദേഹം ധൈര്യമായി കടന്നു ചെന്ന് മികവ് തെളിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ചിറ്റയം ഗോപകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് ബാബു ജോൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പറക്കോട് NR കുറുപ്പിന്റെ കവിതകളുടെ സംഗീതാവിഷ്കാരം മണക്കാല ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചു. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ നെടുമുടി ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. NSS അടൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കലഞ്ഞൂർ മധു, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ പഴകുളം മധു, P പ്രസാദ്, AP ജയൻ, തേരകത്ത് മണി, പറക്കോട് പ്രതാപചന്ദ്രൻ, സനൽ അടൂർ, ഏഴംകുളം അജു, EA ലത്തീഫ്, കൊടിയാട്ട് രാമചന്ദ്രൻ, KR മോഹനചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയം അസിസ്റ്റന്റ് ഡയറക്ടർ പറക്കോട് ഉണ്ണികൃഷ്ണൻ സ്വാഗതവും അഡ്വക്കേറ്റ് D ഭാനുദേവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മേലില നോർത്ത് വാർഡ് ഗ്രാമസഭയും നവീകരിച്ച അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഞായറാഴ്ച സംഘടിപ്പിച്ചു. മേലില കിണറ്റിൻകര ട്രാൻസ്ഫോം ജംഗ്ഷനിൽ നടന്ന ചടങ്ങ് പത്തനാപുരം MLA KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ച് ചൂടുള്ള സമയത്തൊക്കെ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് സ്കൂളുള്ള സമയത്ത് നല്ല എയർ കണ്ടീഷനിൽ കിടന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങിക്കോട്ടെ, പൊടിയും മണ്ണും ഒന്നും അടിക്കാതെ എന്ന് ചിന്തിക്കുന്നതാണ്. പിന്നെ സന്തോഷിന്റെ വാർഡിൽ ഒരു അംഗൻവാടി പൂർത്തിയാവുന്നുണ്ട്. മിക്കവാറും അത് പൂർത്തിയാകുമ്പോൾ എയർ കണ്ടീഷൻ വെച്ചു പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് കിടക്കാനുള്ള ഒരു മാതൃക അംഗൻവാടി, അതോടൊപ്പം അതിന്റെ താഴെ പകൽ വീട്, ആ പ്രദേശത്തെ മുതിർന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാം പോയിരുന്ന് പരസ്പരം സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാം. പണ്ടൊക്കെ ഒരുമിച്ച് കണ്ടു വളർന്നവരൊക്കെയാണ്. അപ്പൊ അവരെല്ലാം പരസ്പരം വീട്ടിലാരും എല്ലാ സമയത്ത് ടിവിയൊക്കെ കണ്ട് ചുമ്മാ കുത്തിയിരിക്കാതെ ഒന്ന് രാവിലെ അവിടെ പോയി ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവരും പരസ്പരം കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പകൽ വീട് എന്ന സങ്കല്പവും നടപ്പിലാക്കാനാണ് 24 ലക്ഷം രൂപയധികം ചെലവഴിച്ചാണ് നല്ല മനോഹരമായ കെട്ടാൻ വേണ്ടി. ഉദ്ഘാടന ചടങ്ങിൽ മേലില ഗ്രാമപഞ്ചായത്ത് അംഗം D സന്തോഷ് കുമാർ അധ്യക്ഷനായി. വാർഡ് മെമ്പർ B അജിത് കുമാർ സ്വാഗതം പറഞ്ഞു. മേലില സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം P പ്രസാദ്, വിജയൻപിള്ള, അംഗൻവാടി ടീച്ചർ രമണി തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങളായി ശോചനീയാവസ്ഥയിൽ കിടന്നിരുന്ന അംഗൻവാടി കെട്ടിടം പഞ്ചായത്തിൽ നിന്നുള്ള 2 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നവീകരിച്ചത്. ലൈവ് വാർത്ത, പുനലൂർ. നിയന്ത്രണം വിട്ട കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് പൊതുപ്രവർത്തകനും കുടുംബത്തിനും പരിക്ക്. BJP ആര്യങ്കാവ് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് പ്രദീപനും കുടുംബത്തിനുമാണ് പരിക്കുപറ്റിയത്. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെ വെള്ളിമല തണ്ണിവളവിലായിരുന്നു അപകടം. പുനലൂരിൽ നിന്നും ഇടപ്പാളയത്തേക്ക് പോയ കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഇടപ്പാളയം പൂജാഭവനിൽ പ്രദീപ്, ഭാര്യ സിന്ധു, മകൻ 4 വയസ്സുകാരൻ പ്രണവ്, സിന്ധുവിന്റെ സഹോദരി ലത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ലതയുടെ പരിക്ക് ഗുരുതരമാണ്. ലതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, elegant ethnic collections, pure 916 hallmark gold. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9442555870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഓഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഓഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോണ്ടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഓഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears.
from the house of luxury sanitary wares. Style Bath, Kottarakara, Ayur, Punlur. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൻ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ, പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, മുണ്ടക്കയം, റാന്നി, മുക്കൂട്ടുതറ, ചിറ്റാർ, പുനലൂർ. സുവർണ വിസ്മയമായ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ആലക്കുളം, തെങ്കാശി. തെങ്കാശി തിരുനെൽവേലി പ്രധാന പാതയ്ക്ക് സമീപം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയായി സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, the perfect new generation polytechnic college. Canteen facility, special coaching for campus interviews. We give 8 diploma level courses: diploma in civil engineering, mechanical engineering, electrical and electronics engineering, electronics and communication engineering, computer engineering, automobile engineering, marine engineering and instrumentation and control engineering. Library, scholarship for well-scored students, Malayali management, Kerala food, 100% placement and transport facilities. St. Mariam Polytechnic College, Alamkulam, Tengashi. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475235545. പുനലൂർ താലൂക്ക് വികസന സമിതി യോഗം വഴിപാടാകുന്നു. ഉദ്യോഗസ്ഥർ ഹാജരാകാത്തത് നിത്യസംഭവമാകുമ്പോൾ താലൂക്കിന്റെ വികസനം കടലാസിൽ ഒതുങ്ങുകയാണ്. പുനലൂർ താലൂക്ക് വികസന സമിതി യോഗം പതിവ് പോലെ വീണ്ടും വഴിപാടായി മാറി. താലൂക്കിന്റെ വികസനത്തിന് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിനാണ് താലൂക്ക് വികസന സമിതികൾ ചേരുവാൻ സർക്കാർ തീരുമാനിച്ചത്. എല്ലാ സർക്കാർ ഓഫീസുകളിലെയും വകുപ്പ് തലവന്മാർ താലൂക്ക് വികസന സമിതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും ഒരു ഉദ്യോഗസ്ഥരും പുനലൂർ താലൂക്ക് വികസന സമിതിയിൽ ഹാജരാകില്ല എന്നതും യാഥാർത്ഥ്യം. മിക്ക യോഗങ്ങളിലും കസേരകൾ ഒഴിഞ്ഞുകിടക്കാറാണ് പതിവ്. പരാതിക്കാരും ജനപ്രതിനിധികളും മാത്രം ഹാജരുണ്ടാകും. പരാതികൾക്ക് പരിഹാരം കാണേണ്ട ഉദ്യോഗസ്ഥരില്ലാതെ ജനപ്രതിനിധികൾ നട്ടം തിരിയുന്നതും പരസ്പരം പഴിചാരുന്നതും പതിവ് കാഴ്ചയായി അവശേഷിക്കുകയാണ്. ഹാജരാകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ പരസ്പരം പഴിചാരലും കളക്ടർക്ക് പരാതി നൽകുമെന്ന പതിവ് പല്ലവിയും കൊണ്ട് വികസന സമിതി യോഗം അവസാനിപ്പിക്കുകയാണ് പതിവ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അച്ചൻകോവിൽ പട്ടികവർഗ വനിതാ ഹോസ്റ്റൽ അടിയന്തരമായി പുനർനിർമ്മിക്കുവാൻ പുനലൂർ MLA കർശന നിർദ്ദേശം. 2 ആഴ്ചയ്ക്കുള്ളിൽ ഫയൽ വർക്കുകൾ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശം. അച്ചൻകോവിൽ പട്ടികവർഗ വനിതാ ഹോസ്റ്റൽ ചോർന്നൊലിച്ചിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ രൂക്ഷ വിമർശനവുമായി ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ രംഗത്ത്. കൊല്ലം ജില്ലയിലെ ഒറ്റപ്പെട്ട പ്രദേശവും വനമേഖലയിലുമായി സ്ഥിതി ചെയ്യുന്ന വനിതാ ഹോസ്റ്റൽ തകർച്ചയുടെ വക്കിലാണെന്ന് MLA ഉൾപ്പെടെയുള്ളവർ അധികൃതരെ അറിയിച്ചിട്ടും നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഹോസ്റ്റലിന്റെയും അവിടുത്തെ പെൺകുട്ടികളുടെയും ദയനീയാവസ്ഥ പത്രമാധ്യമങ്ങളുടെ പുറലോകമറിഞ്ഞിട്ടും അധികൃതർ അറിഞ്ഞില്ലെന്ന ഭാവമാണ് നടിക്കുന്നതെന്നും സഞ്ജയ് ഖാൻ ആരോപിച്ചു. 44 വിദ്യാർത്ഥികൾ താമസിക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥല കാട്ടിനുള്ളിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് യാത്രാ സൗകര്യം വളരെ ഇടുങ്ങിയ പരിമിതമായ യാത്രാ സൗകര്യമുള്ള സ്ഥലമാണ് അച്ചൻകോവിൽ. പക്ഷേ ഏറ്റവും പേര് കേട്ട ശാസ്താ ക്ഷേത്രം ഉൾപ്പെടെ ടൂറിസം മേഖലയിലെ കുമ്മാട്ടി വെള്ളച്ചാട്ടം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. അവിടേക്ക് വരുന്ന ആളുകൾ ചെല്ലുന്നതൊക്കെ ഈ ഹോസ്റ്റലിന് മുമ്പിലൂടെ. ഈ ഹോസ്റ്റൽ ചോറ് തൊലിച്ച് ഇപ്പൊ പ്ലാസ്റ്റിക് കെട്ടിയ അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത്
അവസ്ഥയിലാണ് ഇപ്പോൾ ഹോസ്റ്റലുള്ളത്. ഞങ്ങൾ ഈ അവസ്ഥയിലേക്ക് എത്തും എന്ന് നേരത്തെ പറഞ്ഞതാണ്. നിരന്തരമായ ആവശ്യം പരിഗണിച്ച് പുതിയ ഹോസ്റ്റൽ നിർമ്മിക്കുവാൻ സർക്കാർ 1,10,00,000 രൂപ അനുവദിച്ചെങ്കിലും പട്ടികവർഗ വകുപ്പിന്റെയും PWD വകുപ്പിന്റെയും ഉദ്യോഗസ്ഥരുടെ പടലപ്പിണക്കം ഹോസ്റ്റൽ നിർമ്മാണത്തിന് തടസ്സമാകുന്നതായും സഞ്ജയ് ഖാൻ ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ ഈ ഹോസ്റ്റലിന് വേണ്ടിയുള്ള പരിശ്രമം, പുതിയ ഹോസ്റ്റലിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി 1,10,00,000 രൂപ ഗവൺമെന്റ് അനുമതി തന്നിട്ടുള്ളതുമാണ്. പക്ഷേ ഇവിടെ ഹോസ്റ്റൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ താലൂക്കിലെ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ PWD ട്രൈബൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള തടസ്സങ്ങളാണ് ഇപ്പം ഈ ഹോസ്റ്റലിനെ പുനരുജ്ജീവൻ നൽകാൻ കഴിയാതിരിക്കുന്നത്. അടിയന്തരമായി അത് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്, PWD ബിൽഡിംഗ്സിൽ നിന്ന് വന്നിട്ടുള്ള അതിന് റിപ്പോർട്ട് നൽകിക്കൊണ്ട് ഈ ഹോസ്റ്റൽ നിർമ്മാണം വളരെ വേഗം തുടങ്ങുന്നതിന് അത് വളരെ വേഗം പൂർത്തീകരിച്ചുകൊണ്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കുട്ടികൾ ചോറ് കഴിക്കുന്ന പോലെ നമ്മളൊക്കെ ചോരാത്ത നല്ല വീടുകളിലും നമ്മുടെ മക്കൾ നല്ല ഹോസ്റ്റലുകളിൽ താമസിക്കുമ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കുട്ടികൾ ചോറ് കഴിക്കുന്ന ഹോസ്റ്റലിൽ കഴിയുന്നത് വളരെ ദയനീയമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ട് നമ്മുടെ മക്കളാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ അവരെ സംരക്ഷിക്കുന്നത് ആ ഒരു ഉത്തരവാദിത്ത ബോധം കാണിച്ചുകൊണ്ട് PWD ബിൽഡിംഗ്സും ആ പട്ടിക വർഗ വികസന വകുപ്പും കൂടി ചേർന്നുകൊണ്ട് അടിയന്തരമായി ആരുടെയാണോ തടസ്സം നീക്കിക്കൊണ്ട് അടിയന്തരമായി ഈ ബിൽഡിംഗ് പൂർത്തീകരിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണം. ഹോസ്റ്റലിന്റെ ശോചനീയാവസ്ഥ അധികൃതരെ ഒരിക്കൽ കൂടി MLA ബോധ്യപ്പെടുത്തിയപ്പോൾ പട്ടിക വർഗ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ളത് ഇങ്ങനെയായിരുന്നു. ഫണ്ട് അനുവദിച്ചിട്ടും വിനിയോഗിക്കാൻ കഴിയാത്തത് PWD ബിൽഡിംഗ് വിഭാഗം അധികൃതർ സമയബന്ധിതമായി പ്ലാനും എസ്റ്റിമേറ്റും നൽകാത്തത് മൂലമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പട്ടികവർഗ വിഭാഗം മേധാവിയുടെ മറുപടി. അടിയന്തരമായി പ്രശ്നം പരിഹരിക്കുവാൻ MLA അധികൃതർക്ക് 2 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കർശന നിർദ്ദേശവും നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കോൺക്രീറ്റ് സ്ലാബിന്റെ തട്ടിളക്കുമ്പോൾ സ്ലാബ് താഴേക്ക് വീണ് നിർമ്മാണ തൊഴിലാളി മരിച്ചു. ശാസ്താംകോണം സന്തോഷ് ഭവനിൽ സാബുവാണ് മരിച്ചത്. കോൺക്രീറ്റിന്റെ തട്ടിളക്കുമ്പോൾ മേൽക്കൂരയുടെ സ്ലാബ് തകർന്ന് ഭിത്തിക്കും സ്ലാബിനും ഇടയിൽപ്പെട്ട് നിർമ്മാണ തൊഴിലാളി മരിച്ചു. പുനലൂർ ശാസ്താംകോണം സന്തോഷ് ഭവനിൽ സരസ്വതിയുടെ മകൻ സാബുവാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 4:30 സംഭവം. മുസാവരി പള്ളിക്ക് സമീപം തെക്കേവിളയിൽ ഗോഡ്വിൻ അലക്സിന്റെ വീടിന്റെ 2ാം നിലയിൽ സാബുവും മറ്റ് 2 പേരും ചേർന്ന് കോൺക്രീറ്റിന്റെ തട്ടിളക്കുകയായിരുന്നു. ഭിത്തിക്കും മേൽക്കൂരയുടെ സ്ലാബിനുമിടയിൽ 2.5 അടിയോളം അകലം ഉണ്ടായിരുന്നു. കോൺക്രീറ്റിങ്ങിന് ഉപയോഗിച്ചിരുന്ന മുട്ടുകൾ മാറ്റുമ്പോൾ ഇവിടെ ഭിത്തിയിൽ ഇരിക്കുകയായിരുന്ന സാബു ഇതിനിടെ സ്ലാബിനുള്ളിലെ വിള്ളൽ വീണത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഒപ്പമുണ്ടായിരുന്ന മറ്റ് 2 പേരോടും അവിടെ നിന്നും മാറുവാൻ നിർദ്ദേശിച്ചു. സാബു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സ്ലാബ് തകർന്ന് സാബുവിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. സ്ലാബിനടിയിൽപ്പെട്ട് രക്തമാർന്നാണ് സാബു മരിച്ചത്. പുനലൂർ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഭാര്യ സുനിതകുമാരി, 2 മക്കളുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കോൺക്രീറ്റ് സ്ലാബിനടിയിൽപ്പെട്ട നിർമ്മാണ തൊഴിലാളിയുടെ മൃതദേഹം പുറത്തെടുത്തത് 3 മണിക്കൂർ പണിപ്പെട്ട്. ആധുനിക സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ഫയർഫോഴ്സിനെ വലച്ചത്. കോൺക്രീറ്റ് മേൽക്കൂര തകർന്ന് ഞെരിഞ്ഞമർന്ന് മരണമടഞ്ഞ നിർമ്മാണ തൊഴിലാളി പുനലൂർ ശാസ്താംകോണം സന്തോഷ് ഭവനിൽ സാബുവിന്റെ മൃതദേഹം പുറത്തെടുക്കാൻ നാട്ടുകാരും അഗ്നിശമന സേനയും പരിശ്രമിച്ചത് 3 മണിക്കൂർ. മേൽക്കൂര തകർന്നതിനാൽ കോൺക്രീറ്റ് സ്ലാബിന് പൊട്ടലുള്ളതുകൊണ്ട് 2ാം നിലയിലേക്ക് അധികം പേർ കയറാൻ സാധിക്കാത്തതും മൃതദേഹം പുറത്തെടുക്കുന്നതിന് താമസമായി. ഇത് മനസ്സിലാക്കി അഗ്നിശമന സേനയും പോലീസും ചേർന്ന് ഇവിടേക്കുള്ള ആളുകളെ പ്രവേശനം തടഞ്ഞു. ഭിത്തിക്കും സ്ലാബിനും ഇടയിൽ കുടുങ്ങിയ മൃതദേഹം പെട്ടെന്ന് എടുക്കുന്നതിനായി ഭിത്തിയിലെ കട്ടകൾ പൊളിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അപകട സാധ്യത മുൻനിർത്തി ഈ ശ്രമം പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു. ഭിത്തി പൊളിച്ചാലും സ്ലാബ് താഴേക്ക് വരാത്തവണ്ണം ഹൈഡ്രോളിക് ജാക്കുകൾ കൊണ്ട് സ്ലാബിനെ താങ്ങുകൊടുത്ത ശേഷം ഒടുവിൽ സിമന്റ് കട്ടകൾ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തകർ അപകടം മുഖാമുഖം കണ്ട നിമിഷങ്ങളായിരുന്നു ഇത്. അഗ്നിശമന സേനയും നാട്ടുകാരും ഏറെ പണിപ്പെട്ടാണ് മൃതദേഹം പുറത്തെടുത്തത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദേശീയപാതയിൽ രൂപപ്പെട്ട അപകടകരമായ കുഴികളും സിഗ്നൽ ബോർഡുകളും പുനഃസ്ഥാപിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ ആവശ്യപ്പെട്ടു. പുനലൂർ താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്.
അപകടകരമായ നിലയിൽ ദേശീയപാതയിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ അടയ്ക്കുന്നതിനും സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും സ്കൂൾ പരിസരത്ത് സീബ്ര ലൈനുകൾ പുനഃസ്ഥാപിക്കുന്നതിനും PWയും ദേശീയപാത വിഭാഗവും കാട്ടുന്ന അനാസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ ആവശ്യപ്പെട്ടു. പുനലൂർ താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് റോഡിന്റെ ശോചനീയാവസ്ഥയും അപകടാവസ്ഥയും സഞ്ജയ് ഖാൻ ചൂണ്ടിക്കാട്ടിയത്. 2 മാസം മുമ്പ് സിഗ്നൽ ലൈറ്റിനും സീബ്ര ലൈനും സ്ഥാപിക്കുന്നതിന് 15 ലക്ഷം രൂപയുടെ അനുമതിക്കായി പൊതുമരാമത്ത് വകുപ്പ് പ്രോജക്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നതായും അതിന് അനുമതി ലഭിച്ചിട്ടില്ല എന്നുമാണ് അധികൃതർ ഇതിന് നൽകിയ മറുപടി. ഇത് സംഭവത്തിന്റെ ഭീകരാവസ്ഥ ലഘൂകരിക്കുന്നതാണെന്നും സഞ്ജയ് ഖാൻ ചൂണ്ടിക്കാട്ടി. സർക്കാരിന് പ്രോജക്ട് സമർപ്പിച്ചിട്ട് അനുമതി ലഭിക്കാത്ത വർക്കുകളുടെ വിശദാംശം അടിയന്തരമായി MLAയ്ക്കും MP-ക്കും നൽകണമെന്നും സഞ്ജയ് ഖാൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം തന്നെ വാളാങ്കോട് വളവിൽ ഒരു വണ്ടി മറിഞ്ഞ് താഴെ പോയത് ഈ കുഴി കാരണമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് NHന്റെ കുഴികൾ അടിയന്തരമായി അടയ്ക്കുന്നതിനും ഈ സീബ്ര ലൈനുകൾ സ്കൂളുകൾക്ക് മുമ്പിൽ സ്ഥാപിച്ചുകൊണ്ട് അപകടം ഒഴിവാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണം. അതിനിപ്പോൾ NHന്റെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ മറുപടി അവർ സീബ്ര ലൈൻ സ്ഥാപിക്കുന്നതിനും സിഗ്നൽ ബോർഡ് സ്ഥാപിക്കുന്നതിനും കൂടി 12 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് 2 മാസം മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അനുമതിയായിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ NHുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ പ്രപ്പോസൽ കൊടുത്തിട്ടുള്ള മുഴുവൻ പ്രപ്പോസലുകളുടെ അനുമതി കിട്ടിയിട്ടില്ലാത്ത പൈസ അനുവദിച്ചിട്ടില്ലാത്ത പ്രപ്പോസലുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും അത് തയ്യാറാക്കി ബന്ധപ്പെട്ട ബഹുമാനായ MLAയ്ക്കും ബഹുമാനായ MP-ക്കും അതിന്റെ കോപ്പികൾ കൊടുത്തുകൊണ്ട് അടിയന്തരമായി പരിഹരിക്കേണ്ടുന്ന ഈ വിഷയങ്ങൾ ഒരു പൈസ അനുമതി കിട്ടുന്നതിനുള്ള അടിയന്തര നടപടി നമുക്ക് സ്വീകരിക്കണം. അതിനെ ബഹുമാനായ MLAയുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരിക. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പുനലൂരിൽ വാഹന പരിശോധന ശക്തമാക്കി. ഒറ്റ ദിവസം കൊണ്ട് വാഹന നിയമം തെറ്റിച്ച് 82 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വാഹന പരിശോധന ശക്തമാക്കി. അപകടങ്ങൾ പെരുകുന്ന സാഹചര്യത്തിലും നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായുമാണ് വാഹന പരിശോധന ശക്തമാക്കിയത്. കമ്പനി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി എക്സ്ട്രാ ഫിറ്റിംഗുകളും സൈഡ് ഗ്ലാസുകളും ഇല്ലാത്ത നിരവധി ബൈക്കുകൾക്ക് പിഴ ചുമത്തി. ഹെൽമറ്റ് ഇല്ലാതെ ഇരുചക്ര വാഹനം ഓടിച്ചവരും പിടിയിലായി. സീറ്റ് ബെൽറ്റ് ഇല്ലാതെയും യൂണിഫോം ധരിക്കാതെ ടാക്സി വാഹനം ഓടിച്ച നിരവധി ഡ്രൈവർമാർക്കും പിഴ ചുമത്തി. പുനലൂർ പട്ടണത്തിന്റെ വിവിധ കേന്ദ്രങ്ങളായി നടത്തിയ പരിശോധനയിൽ 82 കേസുകളാണ് ഒരു ദിവസം രജിസ്റ്റർ ചെയ്തത്. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച ഇരുചക്ര വാഹനക്കാർക്കെതിരെ കേസെടുക്കുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. Palittra Fashion Jewelers, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ് സൂക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുറുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222126. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക് BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MBA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ,
മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K. മൊയ്തീൻ കുഞ്ഞ് ലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഓളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. പുനലൂർ മൂവാറ്റുപുഴ പാത SFI പ്രവർത്തകർ ഉപരോധിച്ചു. പാഠപുസ്തകം എത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും നടത്തിയ SFI മാർച്ചിനിടെ പോലീസ് ലാത്തിചാർജ് നടത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് റോഡ് ഉപരോധിച്ചത്. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും SFI നടത്തിയ മാർച്ചിനിടെ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ പ്രതിഷേധിച്ചാണ് SFI പത്തനാപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. നെടുമ്പറമ്പിൽ നിന്നും പ്രകടനമായെത്തിയ പ്രവർത്തകർ സെൻട്രൽ ജംഗ്ഷനിൽ ഉപരോധം നടത്തുകയായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിനെ വർഗീയവൽക്കരിച്ച് കുത്തഴിഞ്ഞ വകുപ്പാക്കി മാറ്റിയ അബ്ദുൾ റബ്ബ് രാജിവെക്കണമെന്ന് SFI ജില്ലാ സെക്രട്ടറി RL വിഷ്ണുകുമാർ ആവശ്യപ്പെട്ടു. കേരളത്തിലുടനീളം SFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ പ്രക്ഷോഭത്തിന് SFI നേതൃത്വം നൽകിയാണ്. ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരത്ത് നിയമസഭയിലേക്കും കോഴിക്കോട് DD ഓഫീസിലേക്കും പാലക്കാട് DD ഓഫീസിലേക്കും നടന്ന വിദ്യാർത്ഥി മാർച്ചുകളെ പോലീസ് അതിനിഷ്ഠൂരമായി വിദ്യാർത്ഥി സഖാക്കളെ അടിച്ചമർത്തുവാനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാഠപുസ്തകം ചോദിച്ച് തെരുവിലിറങ്ങി വരുന്ന വിദ്യാർത്ഥികളുടെ കൈകൾ തല്ലിയൊടിക്കുക, തല തല്ലിപ്പൊളിക്കുന്ന ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും നെറികെട്ട പോലീസും വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസമാക്കി മാറ്റിക്കൊണ്ട് വിദ്യാഭ്യാസത്തെ വാണിജ്യവൽക്കരിക്കപ്പെടുകയും വർഗീയവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അധികാരി വർഗം കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ ക്ലാസ് മുറിക്കുള്ളിൽ നിന്ന് സ്വൈരമായി പഠിക്കുവാനുള്ള പാഠപുസ്തകങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ ആകെ തള്ളിവിട്ടുകൊണ്ട് വിദ്യാഭ്യാസത്തെ കുത്തഴിഞ്ഞ സംവിധാനമാക്കി SLC പരീക്ഷാഫലം പോലും അട്ടിമറിച്ച ഒരു അധികാരി വർഗമായി ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മാറുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ക്ലാസ് മുറികളിൽ ഇരുന്ന് സ്വസ്ഥമായി പഠിക്കുവാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ അനുജനും അനുജത്തെയും പഠിക്കേണ്ട പാഠപുസ്തകങ്ങൾ 1.5 മാസമായിട്ടിട്ട് പോലും ഇതുവരെയും കിട്ടുന്നില്ല. നമ്മൾക്ക് ഇന്നലെ വരെ കിട്ടിക്കൊണ്ടിരുന്ന SC ST വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാന്റ് കുത്തനെ വെട്ടിക്കുറച്ചിരിക്കുന്ന ഒരു സമീപനം, സ്കൂൾ യൂണിഫോമിന്റെ പേരിലുള്ള അഴിമതി, പാഠപുസ്തകം ലഭ്യമാകുന്നില്ല, വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിഷേധിക്കപ്പെടുന്നു. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാവിധമായ തിന്മകൾക്കും നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റായി ഉമ്മൻചാണ്ടിയുടെ UDF ഗവൺമെന്റ് മാറുന്നു. SFI ജില്ലാ കമ്മിറ്റി അംഗം B രാകേഷ്, SFI ഏരിയ പ്രസിഡന്റ് അംജിദ് ഖാൻ, അനന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ മികവ് 2015 സംഘടിപ്പിച്ചു. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം നിർവഹിച്ചു. കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നടത്തിവരുന്ന മികവ് പദ്ധതി ഞായറാഴ്ച സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് SJ അലോഷ്യസിന്റെ അധ്യക്ഷതയിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു മികവ് 2015 ഉദ്ഘാടനം ചെയ്തു. ഇത് ഏതെങ്കിലും ഒരു കക്ഷിയുടെ മുന്നണിയുടെ ഒരു വിജയമായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത്, മറിച്ച് ഇതിനകത്ത് എല്ലാ ഭരണസമിതി വരുമ്പോഴും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളെല്ലാം അടങ്ങുന്ന ഡയറക്ടർ ബോർഡാണ്. ആ ഡയറക്ടർ ബോർഡിൽ അവരെല്ലാവരും പോലെ കൂട്ടായി പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ നേട്ടം തീർച്ചയായും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അഭിമാനിക്കാവുന്ന സംഗതിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ബാങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസവും, അല്ലെങ്കിൽ 40 കോടി രൂപ ആ ബാങ്കിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ, ഒരു സർവീസ് ബാങ്കിൽ നിക്ഷേപിക്കാൻ ജനങ്ങൾ തയ്യാറാകില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നാഷണലൈസ്ഡ് ബാങ്കുകളും മറ്റ് എല്ലാ സൗകര്യങ്ങളുള്ള നിരവധി ബാങ്കുകൾ, ATM സൗകര്യം അടക്കമുള്ള ബാങ്കുകൾ ഉള്ള ഒരു സാഹചര്യത്തിൽ
നമ്മുടെ ഈ സർവീസ് സഹകരണ ബാങ്കിൽ എന്ന് പറയുമ്പോൾ സർവീസ് സഹകരണ ബാങ്കിലെ അംഗങ്ങളായിട്ടുള്ള ആളുകളുടേതാണ്, ഈ നാട്ടുകാരുടേതാണ് ഈ ബാങ്ക്. ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എസ് മോഹനൻപിള്ള സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പത്തനാപുരം കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് ജോർജ് മാത്യു SSLC +2 അവാർഡുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ലൈല ബീബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK സാബു, ജില്ലാ പഞ്ചായത്ത് അംഗം SE സഞ്ജയ് ഖാൻ, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുബിലാഷ് കുമാർ, സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഷൈജു, ഷാഹുൽ ഹമീദ്, KG ബിനു, S അശോക് കുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ S ഗോപകുമാർ, B രാജീവ്, P അനിൽകുമാർ, റോയി ഉമ്മൻ എന്നിവർ പങ്കെടുത്തു. പരിസ്ഥിതിയും ജീവജാലങ്ങളും എന്ന വിഷയത്തിൽ പ്രശസ്ത സ്നേക് മാസ്റ്റർ ബാബ സുരേഷ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചടങ്ങിൽ ബാബ സുരേഷിനെ അഡ്വക്കേറ്റ് K രാജു MLA ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കഴുതുരുട്ടിയിൽ കോൺഗ്രസിന്റെ പുതിയ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ പറയാൻ കഴിയുന്ന ഒരു ആസ്ഥാന മന്ദിരമായി നമുക്കിവിടെ ഒരു ഓഫീസ് ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു റൂം നമുക്ക് ഒഴിഞ്ഞു കിട്ടിയപ്പോൾ അതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള അഷ്റഫിനെ നമ്മൾ കാണുകയും നമുക്ക് തന്നെ ഓഫീസ് പ്രവർത്തിക്കാൻ വേണ്ടി ഈ സംവിധാനം അവർ നമുക്ക് തന്ന നടപടിയെ ഞാൻ അവരെ പിന്നീട് നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. കഴുതുരുട്ടി ജംഗ്ഷനിൽ വാടകയ്ക്കെടുത്ത പുതിയ കെട്ടിടത്തിലാണ് കോൺഗ്രസ് ഭവൻ പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിന് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് സുരേന്ദ്രൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ആനച്ചാടി സോമൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു ഗോപാലകൃഷ്ണൻ, കുട്ടിപ്പാപ്പ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പ്രിൻസ് നെടുമ്പാറ, ബിനു ജയരാജ്, സച്ചിൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പത്തനാപുരത്ത് കോൺഗ്രസ് കേരള കോൺഗ്രസ് പോരി മുറുകുന്നു. ഗണേഷ് കുമാറിനെതിരെ UDF പ്രതിഷേധം. പത്തനാപുരത്ത് കലാപം സൃഷ്ടിക്കുന്നത് കോൺഗ്രസ് എന്ന് കേരള കോൺഗ്രസ് B. തട്ടിളക്കുമ്പോൾ കോൺക്രീറ്റ് സ്ലാബ് തകർന്ന് നിർമ്മാണ തൊഴിലാളി മരിച്ചു. മൃതദേഹം പുറത്തെടുത്തത് 3 മണിക്കൂർ പണിപ്പെട്ട്. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും SFI മാർച്ചിൽ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയതിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ പുനലൂർ മൂവാറ്റുപുഴ പാത ഉപരോധിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വിനായക ഫിസിയോതെറാപ്പി സെന്റർ, അഞ്ചൽ, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.